മനുജ, KSRTCയെ കുറിച്ച് നിരവധി പരാതികളാണ് നമ്മൾ കേൾക്കാറുള്ളത്. നമുക്ക് സാധാരണക്കാരന്റെ ആശയം എന്നൊക്കെ പറയുമെങ്കിൽ പോലും അത് മുതലെടുത്ത് അതിനെ ഒരു അഹങ്കാരമാക്കി മാറ്റുന്ന ഒരു വിഭാഗം ജീവനക്കാർ, എല്ലാവരും അല്ല, ഒരു വിഭാഗം ജീവനക്കാർ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുള്ള ജീവനക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. അവർ കാരണം അനേകം പരാതികളാണ് KSRTCക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തെറി വിളിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രൈവറ്റ് ബസ്സുകളേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഒരു രാജകീയ പ്രൗഢിയുള്ളത് KSRTCക്കാണ്. അതിൻ്റെ പവറും എല്ലാം അവർ കാണിക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ എനിക്ക് തോന്നുന്നില്ല, അവിടെയൊക്കെ പ്രൈവറ്റ് ബസ്സുകൾ കുറച്ചുകൂടി മേധാവിത്വം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറയുന്നത് പോലെ തന്നെ ഒരുപാട് പരാതികൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ, അല്ലെങ്കിൽ പരാതി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ KSRTCയിൽ കസ്റ്റമർ കെയറിനെ വിളിച്ച് കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒന്നീ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു അലംഭാവം മട്ടാണ് എന്നൊക്കെ പറയുന്നത്, അങ്ങനെ കട്ടിയുന്നൊരു സമീപനമാണ്. ഇങ്ങനെ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുടെ പരാതി അത് വ്യാപകമായതോടെ അത് മന്ത്രിയുടെ, അതായത് ഗതാഗത മന്ത്രിയുടെ ചെവിയിലെത്തി, ഗണേഷ് കുമാറിൻ്റെ ചെവിയിലെത്തി. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഫോൺ വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോഴും ഇതുപോലെ തന്നെയാണ്. ഈ പരാതിയിലൊന്നും ഒരു അത്ഭുതവും ഇല്ല എന്ന് പറയുന്ന കണക്ക് അവർക്ക് ഗണേഷ് കുമാറിന് കിട്ടിയ റെസ്പോൺസുകളും അത്തരത്തിലായിരുന്നു. ഒരു ഒഴുക്കം മട്ട് അതായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് പ്രതികരണം കിട്ടാതായതോടെ 9 പേർക്കെതിരെയും, അതായത് വനിതാ ജീവനക്കാരടക്കം 9 പേരെയും സ്ഥലം മാറ്റുന്ന നടപടി ഉണ്ടായി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായകം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ KSRTCയിലെ ജീവനക്കാരുമായിട്ടൊരു അടിപിടി ഉണ്ടെന്നുള്ള ലെവല് എപ്പോഴും കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, റിബലാണെന്ന് കൃത്യമായിട്ട് താൻ പറയുന്നുണ്ട്. റിബൽ എന്ന് പറയാൻ കാരണം സാധാരണക്കാർക്കൊപ്പം നിൽക്കുക. അപ്പോൾ ചിലവർ പറയുന്നുണ്ട് അത് ഗിമ്മിക്സ് ആണ്, മാധ്യമങ്ങളെ കാണിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇത് നടപടി, ഇതിപ്പോൾ മാധ്യമങ്ങളോട് അറിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവർ അങ്ങനെയെങ്കിലും നന്നാകട്ടെ എന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. അങ്ങനെ ഇപ്പോൾ നടപടി എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനി ജീവനക്കാരുടെ ആവശ്യം നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു 9 പേർക്കെതിരെ ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെ റോഡിലിറങ്ങി വെയിൽ കൊണ്ട് മറ്റേ ഈ വണ്ടി ഓടിക്കുക എന്നുള്ള പണിയല്ല. ഇവർക്ക് കൃത്യമായിട്ട് ആ ഒരു റൂമിലിരുന്ന് മറുപടി കൊടുക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പോലും പറ്റിയില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇപ്പം ആളുകൾ വേണമെന്നില്ല. ഇപ്പോൾ ആപ്പുകളുണ്ട്. എന്തിനാണ് ഇവർക്ക് അധികം പൈസ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്? ആപ്പുകൾ ഉണ്ട്. അപ്പോൾ ആപ്പുകൾ വഴി ഇനി ഈ ജീവനക്കാർ മാസാമാസം ശമ്പളം കൊടുക്കുന്നതിൻ്റെ ഒരു മാസം ശമ്പളം മാത്രം മതി ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ അതുവഴി അത് ജീവനക്കാർക്കും ഇപ്പോൾ സാധാരണക്കാർക്കും കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മളൊക്കെ ഇപ്പോൾ എന്ത് ടിക്കറ്റുകളായാലും, ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ആയാലും സിനിമ ടിക്കറ്റ് ആയാലും ബസ് ടിക്കറ്റ് ആയാലും ബുക്ക് ചെയ്യുന്ന ആപ്പുകൾ വഴിയാണ്. അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ള നിലപാടിലേക്ക് മന്ത്രി പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു രീതി തന്നെയാണ് വേണ്ടത്. കാരണം ഇവിടെ തന്നെ KSRTCക്ക് അപമാനപരമായിട്ട് ഇപ്പോൾ കണ്ടക്ടർമാരുടെ പെരുമാറ്റം പോലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്തകളും കണ്ടായിരുന്നു. ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ഒരു മനോഭാവം, അതായത് ഏതാനും ചിലരുടെ മനോഭാവം എല്ലാം തന്നെ നമ്മൾ വെറുപ്പിക്കുന്നുണ്ടാണ്. അതുകൊണ്ട് തന്നെ KSRTC ഉപേക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു മാതൃകാപരമായിട്ട് നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മനോജയ്ക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ ഗണേഷ് കുമാറിനോടൊരു ആശയപരമായ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗതാഗത മന്ത്രി KSRTCയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടുകൂടി KV ഗണേഷ് കുമാർ നടത്തിയ ഒരുപാട് പരിഷ്കരണങ്ങളുണ്ട്. പരിഷ്കരണങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായി അതിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി തോന്നുന്നുണ്ട്. ഒരു കുറച്ചുകൂടി ജനകീയ മുഖം വരുത്തുക. കാര്യം നമ്മളെ സംബന്ധിച്ചറിയാം, KSRTC എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, വെള്ളാനയാണ്. KSRTC എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ബാധ്യതകൾ തരുന്ന ഒരു ഏരിയ ആയിരുന്നു. KSRTC എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരെ കുത്തിത്തിരുകാനുള്ള സർവീസ് സംഘടനകളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന, ഒരു കാലത്ത് ലാഭം കിട്ടില്ലെന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ ഉറപ്പായ ഒരു ഏരിയ ആയിരുന്നു KSRTC. ഈ KSRTCനെ പൂർണ്ണമായി പരിഷ്കരിച്ചു ലാഭത്തിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഗണേഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്ന ഒബ്ജക്റ്റീവ്. അതിലൊന്നും എനിക്ക് വ്യക്തിപരമായി സർക്കാരിൻ്റെ മോണോപ്പൊളി ഒരിടത്തും വരുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഞാൻ കംപ്ലീറ്റ് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് സർക്കാർ മോണോപ്പൊളിയെ ഞാൻ അംഗീകരിക്കുന്ന ഒരാളല്ല. പക്ഷേ KV ഗണേഷ് കുമാർ നടത്തുന്ന കുറച്ച് പ്രവർത്തനങ്ങളോട് ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ജീവനക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമാണെങ്കിലും ഫ്രണ്ട്ലിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും അഴിമതിയോ കെടുകാര്യസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റായിട്ട് ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ളൊരു മന്ത്രിയായിട്ട് തോന്നാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മുൻപ് ഇങ്ങനെയല്ലായിരുന്നു, ഇപ്പം ഇങ്ങനെയാണ്. രാഷ്ട്രീയക്കാരായതുകൊണ്ട് ഞാൻ രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം അണിഞ്ഞ ആളുകളെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. പക്ഷേ അതിനകത്തൊരു ആക്ഷേപം കഴിഞ്ഞ ദിവസം കേട്ടത് തീർച്ചയായിട്ടും അദ്ദേഹം എടുത്ത നടപടി മാതൃകാപരമാണ്. പക്ഷേ KSRTCയിലെ ജീവനക്കാർക്ക് പൂർണ്ണമായി ശമ്പളം കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അദ്ദേഹം എത്ര കണ്ട് ഈ മൊണോപ്പൊളീനെ ലാഭത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വശത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ അദ്ദേഹം ചെയ്ത ഈ ആക്ട് അത് സത്യത്തിലൊരു ആളുകൾക്കൊരു വിജിലൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ ജോലിയിലിരിക്കുകയാണ് നിലവിൽ, ഇപ്പോൾ പണിയെടുക്കണം ഞങ്ങൾ എന്നൊരു ബോധം ജീവനക്കാർക്ക് കൊടുക്കാനെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു
ആക്ഷൻ ഉണ്ടാകുമെന്ന് ആളുകളെ തോന്നിപ്പിക്കാൻ ഇതിന് സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് മനുഷ്യ പറയുക ആക്ഷേപത്തിന് ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് KSRTC അടക്കം PPP സർവീസിലേക്ക് ആക്കിയാൽ മാത്രമേ അതിനകത്ത് ലാഭം കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എവിടെ രാഷ്ട്രീയമുണ്ടോ അവിടെയെല്ലാം അവരൊക്കെയായത് അതായത് ജോലിയുടെ ഭാരം അവിടെ കുറയും. അതായത് സ്വാഭാവികമായിട്ടും ഒരു 10 ജീവനക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 5 പേരും ഒരുപക്ഷെ ഏതെങ്കിലും യൂണിയൻ മെമ്പർ ആയിരിക്കും. അപ്പോൾ അവർക്ക് ജോലിക്ക് വരേണ്ട നേരെ ഈ യൂണിയൻ സമ്മേളനം മറ്റ് സമ്മേളനം പറഞ്ഞിട്ട് അവർക്ക് സജീവമായാൽ മതി. ഞാനിത് യാഥാർത്ഥ്യമാണ് പറയുന്നത്, പക്ഷെ ഇത് കേൾക്കുമ്പോൾ ആർക്കൊക്കെ ഇത് കൊള്ളുമെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല ഈ 5 പേര് കാരണം ബാക്കിയുള്ള ഈ 10ൽ കൂട്ടിയ ബാക്കിയുള്ള 5 പേരും കൂടി അനുഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതായത് വളരെ ചുരുങ്ങിയ ആളുകളെ മാത്രമേ, ശമ്പള പ്രതിസന്ധി കാരണം പലയിടത്തും അധിക ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട് ആളില്ലാതെ. അപ്പോൾ അങ്ങനെ വരുന്നിടത്താണ് നമ്മൾ ഇതിനകത്ത് വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ എന്തായാലും നന്നാവണമെങ്കിൽ അവിടെ ജീവനക്കാർ കൂടി വിചാരിക്കുക. അപ്പോൾ ജീവനക്കാർക്ക് ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടോ അതുപോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യം. നാളെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു പുതിയതായിട്ട് ഒരാൾ KSRTC ബസ്സിൽ കയറുകയാണെങ്കിൽ, അതായത് അന്യ സംസ്ഥാനത്ത് ഒരാൾ വരികയാണെങ്കിൽ നാളെയും കയറണമെങ്കിൽ ആ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള സീറ്റ് തിരഞ്ഞെടുക്കുന്നയാളാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഇതൊക്കെ ഉള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ KSRTCയെക്കാളും നല്ല സർവീസുകൾ നൽകുന്ന ഒരുപാട് ഇടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ KSRTC വേണോ മറ്റത് വേണോ തീരുമാനിക്കാനുള്ള ഒരു അവകാശവും ഇപ്പോൾ ടിക്കറ്റിന് പൈസ കൊടുക്കുന്നത് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വികാരമാണ്. പക്ഷേ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ എല്ലാ വീടുകളിലും വാഹനങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകണമെങ്കിലും ഇനി കോഴിക്കോട് പോകണമെങ്കിലും വല്ല കാറെടുത്ത് പോകുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ സൗകര്യം മാത്രമല്ല ഈ കഴിഞ്ഞ കാഴ്ച കണ്ടത് മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടൊരു വിഷയമായിരുന്നു. ഒരു അച്ഛനും മകളും വണ്ടി കയറിയപ്പോൾ ആ മകൾക്കൊന്ന് മൂത്രം വയ്ക്കണമെന്ന്, അതായത് 9 വയസ്സുള്ള കുട്ടിക്ക് മൂത്രമൊക്കെ വേണ്ടി വണ്ടി നിർത്താൻ ചോദിച്ചപ്പോഴത്തേക്കും കണ്ടക്ടർ പറയുകയാണ് അങ്ങനെ നിർത്തുകയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കിടന്ന് ചൂടാവുകയാണ്. നിയമമുണ്ട്, എന്നിട്ട് പോലും ഇവരുടെ ഈ ഷെഡ്യൂൾ തെറ്റാതിരിക്കാൻ വേണ്ടി അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെ വന്ന ഇതുണ്ടോ നമ്മൾ സാധാരണക്കാർക്ക്? കോഴിക്കോട് നിന്ന് അല്ല, എനിക്ക് തോന്നുന്നു എറണാകുളത്ത് നിന്നാന്ന് തോന്നുന്നു, അല്ല കൊല്ലത്ത് നിന്നും വയനാട്ടിലേക്ക് പോയ ഒരു വണ്ടി ഒരു സ്റ്റോപ്പിൽ നിർത്തിയാതെ പോയി. അവിടെ ചെന്നിട്ട് എറണാകുളത്തു നിന്നുള്ള 2 ടിക്കറ്റ് കണ്ടക്ടറും ബസ് ഡ്രൈവറും മാത്രം KSRTCയുടെ എടുത്ത്, എന്തുകൊണ്ട് ആൾക്കാരൊന്നുമില്ല എന്ന് ചോദിച്ചപ്പോൾ ആള് കയറിയില്ല എന്ന് പറയും. ഇവർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യുന്ന, ഞാൻ പറഞ്ഞ കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റം കണ്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് KSRTC എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു ആക്ഷേപം, ഇത് ഈ ഒരു അവസരത്തിൽ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസമാണ് 20കാരനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കാളിദാസ് ഈ നമ്മുടെ തിരുവനന്തപുരത്ത് പനവിള ഓവർബ്രിഡ്ജിൽ വെച്ചിട്ട് KSRTC ബസ് ഇടിച്ച് മരിക്കുന്നത്. വളരെ വ്യക്തമായ നിയമലംഘനം, പ്രത്യേകിച്ച് വെള്ളം വരെ ക്രോസ് ചെയ്ത് KSRTC ഓടിച്ചു. അങ്ങനെയാണ് ഈ കുട്ടി ആക്സിഡൻറ്റ് സംഭവിച്ച് മരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അപകട മരണങ്ങൾക്ക് ഡ്രൈവർമാരുടെ റോഡ് റേജ് കാരണമാകുന്നുണ്ടെങ്കിൽ അവരെ സർവീസിലേക്ക് തിരിച്ചെടുക്കില്ല. പക്ഷേ ഈ ഡ്രൈവറെ എന്ത് ചെയ്യുന്നു? തിരിച്ചെടുക്കുന്നു സർവീസിലേക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് തിരക്കുന്ന സമയത്ത് മന്ത്രി KV ഗണേഷ് കുമാറിൻ്റെ അടുത്ത ആളാണ് ഇദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ് തിരിച്ചെടുത്തെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുടുംബം ആരോപണം ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇങ്ങനൊരു ആക്ഷേപം, അതായത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞത് സർവീസ് സംഘടനകളോട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള വ്യക്തികളോടൊരു പ്രത്യേക അയവ് നിയമങ്ങൾ ലംഘനങ്ങളുണ്ട് എന്നുള്ളിടത്ത് അതൊക്കെ ഉൾപ്പെടെ പരിഹരിച്ചാൽ മാത്രമാണ് KSRTC ഒരിക്കലും ലാഭത്തിലാകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം നിലവിലെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലും മാത്രമല്ല, ഇത് അവസാനമായിട്ട് കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, KSRTC ഡ്രൈവർമാർക്ക് എത്ര എന്താ പറയുക CCTV അല്ലെങ്കിൽ AI ക്യാമറ ലംഘിച്ചാൽ പ്രശ്നമില്ല. അവർ സിഗ്നലുകൾ ലംഘിച്ചു പോകുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ അനുഭവിച്ചൊരു കാര്യം കൂടിയാണ്. ഇവിടെ ഒരു റെഡ് സിഗ്നൽ വന്നാലും അവർ കയറി പോകുന്നുണ്ട്. അവരെ ചോദിക്കാനും പറയാനില്ല. ആളെ ഇടിച്ച് കൊന്നാൽ പ്രശ്നമില്ല, കേസില്ല, അങ്ങനെ ഒരുപാട്. ഇപ്പൊ ഇവർക്ക് KSRTC ഡ്രൈവർ ഒരു മേലങ്കി പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നടപടി വരാൻ പോകുന്നില്ല. മാത്രമല്ല ഇപ്പോൾ കളക്ഷൻ കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് ജീവനക്കാരുടെ ശമ്പളത്തെ ബാധിക്കുന്നില്ല. അല്പം വൈകിയാണെങ്കിൽ പോലും അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെയാണ് പ്രൈവറ്റ് ബസ്സുകളെ മാതൃകയാക്കേണ്ടത്. അവിടെയാണ് PPPയുടെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പം ഒരു ദിവസത്തെ കളക്ഷൻ കുറഞ്ഞാൽ ഒരു നടപടി എടുക്കും. അവിടുത്തെ ഉടമ, അതായത് ആ പ്രൈവറ്റ് ബസ്സിന്റെ ഉടമ ചോദിക്കും ശമ്പളം കുറയ്ക്കും. അപ്പൊ അവർ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കേരള സംസ്ഥാനത്ത് ഭൂരിഭാഗവും പ്രൈവറ്റ് ബസ്സുകൾക്ക് ലാഭത്തിൽ തന്നെയാണെന്ന് പറയാം. അതാണ് KSRTC സത്യം പ്രകാരം കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ യദുവിന്റെ അവസ്ഥ നോക്കുക. യദുവിന് ഇതുവരെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് യദുവിന് അവിടെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിന്റെ ഡ്രൈവറായിട്ട് മാറേണ്ടി വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് നമുക്ക് ഇവർക്ക് ലാഭത്തിലാക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നമുക്ക് ബാധ്യതയെ നമ്മുടെ നികുതി പണത്തിൽ നിന്നും ഇങ്ങനെ ഒരു സ്ഥാപനത്തെ റൺ ചെയ്യാം. മാത്രമല്ല കാലോചിതമായി ഇത് പരിഷ്കരിക്കുന്നില്ല. മികച്ച ബസ്സുകളില്ല,
ഉള്ള ബസ്സുകളൊക്കെ തന്നെ തട്ടിക്കൂട്ടി കൊണ്ടുപോകും. നമ്മൾ ബുക്ക് ചെയ്യുന്ന ബസ്സായിരിക്കില്ല. നമ്മൾ AC ലോ ഫ്ലോറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബസ്സുകളൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ വരുന്നത് ലോക്കൽ ബസ്സുകളായിരിക്കും. നമ്മൾ ബുക്ക് ചെയ്തതായിട്ട് വരുന്നത്. മെയിൻ്റനൻസ് എന്ന് പറയും. മെയിൻ്റനൻസ് ഇല്ല. ഇതൊക്കെ വലിയ വലിയ പ്രതിസന്ധികളാണ്. അപ്പം പക്ഷെ അതേ സമയത്ത് കർണാടകയുടെ KSRTC ബസ്, കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സൊക്കെ വളരെ ലാഭത്തിലാണ് ഓടുന്നത്. അവർ വളരെ മെയിൻറ്റെയിൻ ചെയ്യുകയും അവിടുത്തെ സ്റ്റാൻഡുകളൊക്കെ തന്നെ കാണണം. കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, സ്റ്റേറ്റ് ഓണർഷിപ്പിലുള്ള ബസ് സർവീസുകളുണ്ട്. അവർക്ക് ലാഭത്തിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ സർവീസ് സംഘടനകൾക്ക് തീരെഴുതി കൊടുത്തത് കൊണ്ടാണ്. അവർക്ക് ഉത്തരവാദിത്തത്തിൽ ആവശ്യമില്ല. എന്തായാലും KP ഗണേഷ് കുമാർ ഇപ്പം കാണിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർന്നും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ കൂടി മേലെ കാണിച്ചാൽ ഒരു പക്ഷേ എനിക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി ഈ നാട്ടുകാർക്കുള്ള പരാതി കുറഞ്ഞു കിട്ടും എന്ന് പറയാം.